നമുക്ക് പ്രിയപ്പെട്ട ആളുകൾ മരിച്ചു കഴിയുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര വേദനയും ബുദ്ധിമുട്ടും നമുക്കുണ്ടാകും അല്ലേ? സത്യത്തിൽ മരിച്ച ഉടനെ എന്താണ് സംഭവിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും ദുഃഖവും സംശയവും ഉണ്ടാകുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു മറുപടി നമുക്കില്ല. ഈ സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ചുരുക്കം ചിലർക്ക് മാത്രമേ അറിയുള്ളൂ എന്നതാണ് സത്യം. മരിച്ച ഉടനെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകാറുണ്ട്. മരിച്ചതിന് ശേഷം എന്തെങ്കിലും കാര്യമുണ്ടോ? നാം വേറൊരു ശരീരത്തിൽ തിരിച്ചു ഭൂമിയിലേക്ക് വരുവോ? സ്വർഗം, നരകം, അവിടെ എന്ത് സംഭവിക്കും? ഈ സ്ഥലങ്ങളിൽ എവിടെയുമാണോ നാം എത്തുന്നത്? മരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ സംശയങ്ങൾ ഉണ്ടാകുന്നത് പൊതുവെ സാധാരണമാണ്. മരണമെന്ന് പറയുന്നത് സത്യത്തിൽ എല്ലാത്തിൻ്റെ അവസാനമാണോ, അതോ അവിടെ മുതലാണോ ഒരു പുതിയ യാത്ര ആരംഭിക്കുന്നത്? പുരാതന കാലം മുതൽ തന്നെ പലരും ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താനും മനസ്സിലാക്കാനും വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഈ ലോകമെമ്പാടുമുള്ള വിവിധ സംസ്കാരങ്ങൾക്കും മതങ്ങൾക്കും മരണശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് അവരവരുടേതായ വീക്ഷണങ്ങളും വിശ്വാസങ്ങളും ഉണ്ട്. മാത്രമല്ല, മരിച്ച ഉടനെ എന്താണ് സംഭവിക്കുന്നത് എന്നതിന് വ്യത്യസ്ത ആശയങ്ങളും ഉണ്ട്. ചിലർ വിശ്വസിക്കുന്നത് ആത്മാവ് ശരീരം വിട്ടേച്ച് ശുദ്ധീകരണ സ്ഥലം എന്ന സ്ഥലത്തേക്ക് പോകുമെന്നും അവിടെ വെച്ച് പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം സ്വർഗത്തിലേക്ക് പോകും എന്നാണ്. മറ്റു ചിലർ വിശ്വസിക്കുന്നത് അവർ പുനർജന്മം പ്രാപിക്കുമെന്നാണ്. അതായത് ഒരു പുതിയ ശരീരത്തിൽ ഭൂമിയിലേക്ക് തിരിച്ചു വരും എന്നാണ്. യേശു ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നത് വരെ നമ്മുടെ ശരീരം ശവക്കുഴിയിൽ തന്നെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മരിച്ച ഉടനെ എന്താണ് സംഭവിക്കുന്നത് എന്ന ആശയത്തിൽ കുഴപ്പമുണ്ടാകുന്നത് സാധാരണമാണ്. എന്നാൽ ദൈവത്തിന്റെ വചനമായ ബൈബിൾ പരിശോധിച്ചു കഴിയുമ്പോൾ ഈ സംശയങ്ങളിൽ ഏതാണ് സത്യം എന്നുള്ളത് വ്യക്തമാകും. കാരണം ഈ പല ചോദ്യങ്ങൾക്കും ഇത് വ്യക്തമായ ഉത്തരം തരുന്നുണ്ട്. ഈ വീഡിയോയിൽ മരിച്ച ഉടനെ സംഭവിക്കുന്ന 5 കാര്യങ്ങളെക്കുറിച്ച് വിശദമായി നമുക്ക് നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തേത്, മരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരുമായി ഇടപഴകാനോ സംസാരിക്കാനോ കഴിയില്ല എന്നതാണ്. മരിച്ചവർക്ക് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരെ സ്വാധീനിക്കാനും രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും കഴിയുമെന്ന് പല സംസ്കാരങ്ങളും മതങ്ങളും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ബൈബിൾ പറയുന്നത് നേരെ തിരിച്ചാണ്. സഭാപ്രസംഗം 9-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്ന് അറിയുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല, മേലാൽ അവർക്കൊരു പ്രതിഫലവും ഇല്ല, അവരെ ഓർമ്മ വിട്ടുപോകുന്നുവല്ലോ. സ്നേഹം, വെറുപ്പ്, അസൂയ തുടങ്ങിയ വികാരങ്ങൾ അവർക്കിനി ഉണ്ടാകില്ല. മരിച്ച ശേഷം ആളുകൾക്ക് ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നതാണ് ഇത് എടുത്തു കാണിക്കുന്നത്. അതുകൊണ്ട് മരിച്ച ഒരാൾ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ അവരോട് സംസാരിച്ചു എന്ന് നിങ്ങൾ അറിഞ്ഞാൽ സംശയിക്കേണ്ട. അത് വിശ്വസിപ്പിക്കുന്ന രീതിയിൽ തോന്നിയാലും സത്യത്തിൽ മരിച്ചവർക്ക് മനുഷ്യരുമായി സംസാരിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആളുകളെ പറ്റിക്കാനായിട്ട് സാത്താൻ വെളിച്ചത്തിന്റെ ദൂതനായി വേഷം മാറാൻ കഴിയുമെന്ന് ബൈബിൾ മുന്നറിയിപ്പ് തരുന്നുണ്ട്. മാത്രമല്ല, ലാസർ ധനവാൻ ഉപമയിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും തമ്മിൽ വേർതിരിക്കുന്ന ഒരു വലിയ പിളർപ്പുണ്ടെന്ന് യേശു പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മരിച്ചവർക്ക് മനുഷ്യരോട് സംസാരിക്കാൻ കഴിയില്ല. രണ്ടാമത്തേത്, മരിച്ചയുടനെ നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ അടുത്തേക്ക് പോകും എന്നതാണ്. സിനിമകളിലും പുസ്തകങ്ങളിലുമെല്ലാം ആത്മാക്കൾ ലോകത്ത് അലഞ്ഞു തിരിയുന്ന രീതിയിലും ജീവിച്ചിരിക്കുന്നവരുമായി സംസാരിച്ച് അവരെ സംരക്ഷിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ പേടിപ്പിക്കുന്നതായിട്ടോ കാണിക്കാറുണ്ട്. മാത്രമല്ല, ഭൂമിയിൽ തന്നെ ജീവിതം ജീവിക്കുന്ന രീതിയിൽ ആത്മാക്കൾക്ക് പുതിയ ശരീരം കിട്ടി അതിൽ പുനർജനിക്കുന്നത് പോലെ ഒരുപാട് കഥകളും പറയാറുണ്ട്. ഇതെല്ലാം പലരുടെയും മനസ്സിലുണ്ടായ ചിന്തകൾ മാത്രമാണ്. സത്യത്തിൽ അങ്ങനെയല്ല. നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അതായത് അത് യഥാർത്ഥത്തിൽ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അതേസമയം നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നുവെന്ന് ബൈബിൾ വിശദീകരിക്കുന്നുണ്ട്. സഭാപ്രസംഗി പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു: പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരിച്ചു ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ യേശു തിരിച്ചു വരുന്ന സമയത്ത് വ്യത്യസ്തമായൊരു കാര്യം സംഭവിക്കും. അതായത് യേശു വരുന്ന സമയത്ത് ജീവനോടിരിക്കുന്നവരുടെ സ്വന്തം ശരീരം രൂപാന്തരപ്പെടും എന്നതാണ്. ഉയർത്തെഴുന്നേറ്റതിനു ശേഷം യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നത് ലൂക്കോസ് 24-ാം അധ്യായത്തിൽ പറയുന്നു. അവർ ഞെട്ടി ഭയപ്പെട്ടു. ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി. അവൻ അവരോട്: നിങ്ങൾ കലങ്ങുന്നതെന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതെന്ത്? ഞാൻ തന്നെ ആകുന്നു. എന്റെ കൈയും കാലും നോക്കി അറിവിൻ, എന്നെ തൊട്ടു നോക്കുവിൻ. എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. മൂന്നാമത്തേത്, ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ യേശുവിന്റെ മുൻപിൽ എത്തും എന്നതാണ്. യേശുവിന്റെ കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. ഇന്ന് നീ എന്നോടൊപ്പം പറുദീസയിലായിരിക്കുമെന്ന് യേശു പറഞ്ഞു. ബൈബിളിൽ പറുദീസ, അബ്രഹാമിന്റെ മടി എന്ന് പറയുന്നത് മരണശേഷം സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു സ്ഥലത്തെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ആ സ്ഥലത്ത് അവർ ഒരുമിച്ചായിരിക്കുമെന്ന് യേശു കള്ളന് വാക്കുകൊടുത്തു.
മാത്രമല്ല, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന സമയത്ത് യേശു സ്വർഗത്തിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് തന്നെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നുവെന്ന് ബൈബിൾ പറയുന്നുണ്ട്. സ്തേഫനോസ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന സമയത്ത് കർത്താവായ യേശുവെ, എന്റെ ആത്മാവിനെ സ്വീകരിക്കണമേ എന്ന് നിലവിളിച്ചു. മരിച്ച ഉടൻ തന്നെ അവന്റെ ആത്മാവ് യേശുവിന്റെ അടുത്ത് എത്തിയെന്ന് വിശ്വസിക്കുന്നുണ്ട്. ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് മരിച്ച ഉടൻ തന്നെ ആത്മാവ് യേശുവിന്റെ അടുത്ത് എത്തുന്നു എന്ന് ഈ ഉദാഹരണങ്ങൾ കാണിക്കുന്നുണ്ട്. നാലാമത്തത്, ബൈബിൾ പറയുന്നതനുസരിച്ച് മരിച്ചു കഴിഞ്ഞ ക്രിസ്ത്യാനികളുടെ ശരീരത്തെ അവർ ഉറങ്ങുന്നു എന്നാണ് പറയുന്നത്. ഈ വാക്ക് 2 തരത്തിൽ മനസ്സിലാക്കാം. ആദ്യത്തേത്, നമുക്കെല്ലാവർക്കും പൊതുവായി ആവശ്യമുള്ള എല്ലാ ദിവസത്തെയും ഉറക്കം. രണ്ടാമത്തേത്, മരിച്ച ഉടനെ ശരീരത്തിന്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്നത്. മരിച്ച് 4 ദിവസത്തിന് ശേഷം യേശു ഉയർപ്പിച്ച ലാസറിന്റെ സംഭവകഥയാണ് ഇതിന് ഒരു ഉദാഹരണം. യോഹന്നാൻ 11-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു ശിഷ്യന്മാരോട്, നമ്മുടെ സുഹൃത്തായ ലാസർ ഉറങ്ങിപ്പോയി, അവനെ ഉണർത്താൻ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു. ലാസർ ഉറങ്ങുവാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കുമെന്ന് ശിഷ്യന്മാർ പറഞ്ഞ് ആശയക്കുഴപ്പത്തിലായി. ശ്രദ്ധിക്കുക, ബൈബിളിൽ ഉറക്കം എന്ന പദം ഉപയോഗിക്കുന്നത് മരിച്ചുപോയ ക്രിസ്ത്യാനികളെ വിവരിക്കാനാണ്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഉറക്കത്തെക്കുറിച്ചുള്ള ഈ ആശയം പുതിയ നിയമത്തിൽ ആത്മാവിനെക്കുറിച്ചോ ദേഹിയെക്കുറിച്ചോ അല്ല, മരിച്ച വിശ്വസ്തരുടെ ശരീരങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു പദമാണ്. അഞ്ചാമത്തത്, യേശു തിരിച്ചു വരുന്ന സമയത്ത് ക്രിസ്തുവിൽ ഉറങ്ങുന്നവരുടെ ശരീരം, അതായത് മരിച്ചവരുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കും എന്നതാണ്. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പിന്നെയും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള കാര്യം അറിയാവോ? 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, അക്കാലത്ത് അവസാന കാഹളം മുഴങ്ങുന്ന സമയത്ത് നേരത്തെ ക്രിസ്തുവിനെ വിശ്വസിച്ച് മരിച്ചു പോയവരുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ഒരിക്കലും മരിക്കാത്ത രീതിയിൽ രൂപാന്തരപ്പെടുമെന്ന് ബൈബിൾ പറയുന്നു. അത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ, നാം ക്രിസ്തുവിനൊപ്പം നിത്യമായി ജീവിച്ച് അവനോടൊപ്പം ഭൂമിയിൽ വാഴുന്ന സമയത്താണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഒരു മർമ്മം ഞാൻ പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാ അന്ത്യകാഹളനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. കാഹളം മുഴങ്ങുന്ന സമയത്ത് മരിച്ചവർ ഉയർപ്പിക്കപ്പെടും. അതിപ്പോ നിങ്ങളുടെ ശരീരം സംസ്കരിച്ചോ, മൃഗങ്ങൾ തിന്നോ, അല്ലെങ്കിൽ ഇല്ലാതായി പോയോ എന്നത് ഒരു പ്രശ്നമേ അല്ല. കാഹളം മുഴങ്ങുമ്പോൾ ആ ശരീരം ഏത് രീതിയിൽ ചിന്നിച്ചിത്രി കിടന്നാലും ഏതൊരവസ്ഥയിലായിരുന്നാലും സാരമില്ല. ദൈവത്തിന്റെ അത്ഭുതമേറിയ കരത്താൽ കർത്താവിന്റെ മുന്നിൽ പൂർണ്ണ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. ഇത് വലിയ സംഭവമാണ്. ഒരു മനുഷ്യനും ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. ദൈവത്തിന്റെ ശക്തിയാൽ മാത്രം കഴിയുന്ന ഒന്നാണിത്. ശേഷം വേദനയോ കഷ്ടപ്പാടോ രോഗമോ ഉണ്ടാകില്ല. മഹത്വവും നിത്യമായ പൂർണ്ണതയുമുള്ള ശരീരം നമുക്കുണ്ടാകും. മരണത്തെക്കുറിച്ച് സംശയങ്ങളും ഭയങ്ങളും ഉണ്ടാകുന്നത് സാധാരണമാണ്. മരണം എന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്ന ഒരു നിഗൂഢതയാണ്. ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ നമുക്ക് പിന്നീട് എന്ത് സംഭവിക്കും എന്നത് അറിയാത്തത് കൊണ്ടാണ് ഈ ഭയം ഉണ്ടാകുന്നത്. പക്ഷേ ദൈവവചനം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് വ്യക്തമായല്ലോ. ക്രിസ്തുവിനെ വിശ്വസിച്ച് മരിക്കുന്ന എല്ലാവരും എത്രയും വേഗം ദൈവത്തിന്റെ മുൻപിൽ എത്തും എന്നുള്ളതാണ്. മരണം എന്ന് പറയുന്നത് അവസാനമല്ല, മറിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഒരു പുതിയ തുടക്കമാണെന്ന് നമുക്ക് ഉറപ്പ് നൽകുന്നു. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.